അങ്ങനെയെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ. അനീഷിന്റെ പെരുമാറ്റം, മറ്റത് ഇത് ചപ്പ് പറഞ്ഞ അനീഷിന്റെ ഓരോ ക്യാരക്ടർ കാര്യവിസ്താരത്തിലെ കഥാപാത്രം അളിയൻസ് രണ്ടാഴ്ച പറഞ്ഞ് ഭയങ്കര പൊക്കി തന്നെ. അപ്പൊ ഞാൻ ഭയങ്കര എനിക്ക് അത്ഭുതം. എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഈ മനുഷ്യരെ കാണുന്നു. അവർക്ക് 10-65 വയസ്സ്. ഈ ഫോട്ടോ എടുത്തിട്ട് അവർ പറഞ്ഞത് വെച്ചാൽ നടൻ അനീഷ് വീട് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു. ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ചേട്ടന് വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഞാനിപ്പോൾ അതിനെ വളരെ തമാശയായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരിക്കലൊരു ജൂൺ 1-ാം തീയതി ഈ ഡോക്ടേഴ്സ് ഡേ ഉണ്ടല്ലോ, ലോക ഡോക്ടേഴ്സ് ദിനത്തിന് എന്നെ ഒരു മീഡിയ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഒരു പ്രിന്റ് മീഡിയയാണ്. അപ്പോൾ എന്നോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടെന്ന് വെച്ചു ഡോക്ടേഴ്സിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു തലവേദന വന്നിരുന്നു. ആ തലവേദന വന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊരു ഡോക്ടർ, ഈശ്വർ എന്ന ഡോക്ടറുണ്ട് ചിത്രയിൽ എന്നൊക്കെ പറഞ്ഞ് ആ ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞു. അവിടെ തന്നെ ഒരു വീഡിയോ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്ക് എനിക്കത് ബ്രെയിൻ ട്യൂമറായി. പിന്നെ നമ്മുടെ യൂട്യൂബിലെ കൂട്ടുകാരെല്ലാം ചേർന്നിട്ട് എൻ്റെ തല കീറി ട്യൂമർ കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് ഇതിനറിയാലോ ഇതിനകത്ത് നമ്മളിപ്പോൾ അളിയൻസിനകത്ത് അതിനകത്ത് നിങ്ങൾ ആ ഫോട്ടോ കാണാം. ഞാൻ എൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നതിനകത്ത്. അത് കനകൻ്റെ അച്ഛൻ, ഇപ്പുറത്ത് ക്ലീറ്റോയുടെ അച്ഛൻ. ഓക്കെ. അപ്പൊ ഈ ഫോട്ടോ എടുത്തിട്ട് അവര് പറഞ്ഞത് വെച്ചാൽ നടൻ അനീഷ് വീട് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇതിലും ഞാൻ താടിയൊക്കെ ഉള്ള ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ രോഗിയാക്കി മാറ്റി. എൻ്റെ ബ്രെയിൻ ട്യൂമർ അവർ തന്നെ പല പ്രാവശ്യമായിട്ട് കീറി. എല്ലാ വർഷവും ഇത് വരുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ കയറി പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നതിന് 1 ലക്ഷം വ്യൂ ആണെങ്കിൽ ഇതിന് 10 ലക്ഷം വ്യൂ ഉണ്ട്. എനിക്ക് വയ്യെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ചിലരൊക്കെ എന്നെ കണ്ടിട്ട് വിഷമത്തോടെ പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല, അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയും. എന്നോട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കേട്ടപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിലിരിക്കുമ്പോൾ നല്ല ഇതായിട്ടാണല്ലോ പോകുന്നത്. കുറച്ചുകൂടി ഇതിപ്പോൾ നമ്മൾ നോർമൽ വേഷത്തിലാണ്, ടിപ്പായിട്ട് പോയിരിക്കുക. ഒരു മുതിർന്നൊരു അധ്യാപിക വന്നിട്ട് അവർ സ്റ്റേജിൽ കേട്ട് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമുണ്ട്, മറ്റേത് നടനേക്കാളും എനിക്കിഷ്ടമുള്ള ആളാണ് അനീഷ് രവി. ഞാൻ ഭയങ്കര സന്തോഷിച്ചു. അനീഷ് രവിയുടെ പെരുമാറ്റം, മറ്റത് ഇത് ചപ്പ് പറഞ്ഞ അനീഷിൻ്റെ ഓരോ ക്യാരക്ടർ കാര്യവിസ്താരത്തിലെ കഥാപാത്രം അളിയൻസ് രണ്ടാഴ്ച പറഞ്ഞ് ഭയങ്കര പൊക്കി തന്നെ. അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് അത്ഭുതം. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഈ മനുഷ്യരെ കാണുന്നു. അവർക്ക് 10-65 വയസ്സുണ്ട്. അവർക്ക് 10-65 വയസ്സുണ്ടെന്ന്. ഞാനേ എന്നെ മറ്റേ ഈഫൽ ടവറിന്റെ മേലെ കൊണ്ടിട്ട് താഴെ. ഈ കനകൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം പോലെ തന്നെയാണോ ശരിക്കുമുള്ള അനീഷ്? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഞാൻ മോഹനകൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഭാമയെ എന്നൊക്കെ പറഞ്ഞ് വളരെ പോസ്റ്ററൊക്കെ പിടിച്ച് ഭയങ്കര വളരെ വടിവത്ത ശബ്ദത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇതിനു മുമ്പ് മിന്നുകെട്ട് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് കലർന്നു ഞാൻ ഓൾ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. എന്ന് അഭിനയിക്കുന്നത് കേട്ടാണ്. അത് തമിഴ് സീരിയൽ 2 ചെയ്തിട്ടുണ്ട്, നായകനായിട്ട് 2 സീരിയൽ ചെയ്തിട്ടുണ്ട് അവരിൽ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കും പോലെയാണ് അമ്മയോട് സംസാരിക്കുന്നത്. എൻ്റെ പെങ്ങൾ അനിത അവളോട് സംസാരിക്കും പോലെയാണ് തങ്കത്തോട് സംസാരിക്കുന്നത്. സൗമ്യയോട് സംസാരിക്കുന്നത് വീട്ടിൽ സുമിയോട് സംസാരിക്കും പോലെ തന്നെയാണ്. ഈ ദേഷ്യമൊക്കെ ഇത് ഇങ്ങനെ ദേഷ്യപ്പെടാറില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഒരു അളിയില്ലല്ലോ. എൻ്റെ അളിയൻ ഡീസന്റ് ആണ്. എൻ്റെ അളിയൻ പവിത്രൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മനുഷ്യനാണ്. അങ്ങനെ ആളെ കിട്ടിയ എൻ്റെ ചേച്ചിയുടെ ഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യം. ഒരു ദുശീലങ്ങളില്ലാത്തൊരു നല്ല മനുഷ്യൻ, അന്തസ്സായിട്ട് കുടുംബം നോക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതല്ലല്ലോ. ഇത് കുടുംബം നോക്കൂല, ജോലിക്ക് പോകില്ല, വേലയ്ക്ക് പോകില്ല, 24 ചൊറിഞ്ഞും പറഞ്ഞ് നടക്കുന്നതിന് നമ്മൾ വഴക്ക് പറയണ്ടേ? ചേട്ടാ, നമ്മുടെ മലയാളത്തിലെ ഒരു കാലങ്ങളിൽ ഇപ്പോഴും യുവമിഥുനങ്ങളുടെ ഹരമായിരുന്ന പ്രേംനസീറിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. അതെ, കിസാന്റെ നാട്ടിൽ ജനിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വരുന്ന ഒരാളാണ്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടന എന്ത് തരത്തിലെന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചൊരു മനുഷ്യൻ നസീർ സാറാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഒരേ നായികയോടൊപ്പം അഭിനയിച്ച ആളും അദ്ദേഹമാണ്. ഈ 2 ലോക റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അത് വേറെ ഒരാൾക്കും ഇനി മാറ്റാൻ പറ്റില്ല. സാധാരണ റെക്കോർഡുകൾ ഭേദിക്കാൻ നമുക്ക് പറ്റേണ്ടതാണ്. നസീർ ചേട്ടന്റെ ഇഷ്ടമുള്ളൊരു ഡയലോഗ് എന്നോട് പറ. രഞ്ജിനിക്ക് ഞാൻ എന്താണ് തരേണ്ടത്? എന്താ ചേട്ടൻ തരണേ? പറയൂ രഞ്ജിനി, പറയൂ. രഞ്ജിനിക്ക് ഞാൻ എന്താണ് തരേണ്ടത്? ചേട്ടൻ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ.
പണ്ട് നമ്മളിങ്ങനെ ഇതായിട്ട് പറയും ഓരോരോ ഡയലോഗ്സ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ സാറിനെ ഒരുപാട് നാൾ ഇപ്പൊ പലരും കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. നമ്മളിപ്പോ വേദികളിൽ പോയാലും പലപ്പോഴും സാറിനെ പുതിയ ന്യൂ ജനറേഷൻ അറിയില്ല. അപ്പൊ നമ്മളിത് പെർഫോം ചെയ്യാറില്ല കുറെ നാളുകളായിട്ടെങ്കിലും സാറിനെ ഒട്ടും ശരിയായിട്ടില്ലെന്ന് അറിയാമെങ്കിലും ഇതൊക്കെ ഒരു സന്തോഷം. ഒരു സന്തോഷം.